വലിയ ജംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ തോന്നിയ സ്ഥലത്തൂടെ ക്രോസ് ചെയ്യാതെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാന്നുള്ളത് നമ്മളെ പോലുള്ള കാൽനട യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപകടം നമ്മുടെ ജീവനല്ലേ. വലിയ ജംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ തോന്നിയ സ്ഥലത്തൂടെ ക്രോസ് ചെയ്യാതെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാന്നുള്ളത് നമ്മളെ പോലുള്ള കാൽനട യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപകടം നമ്മുടെ ജീവനല്ലേ. അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ കേസ് പ്രൈവറ്റിന് ഇവിടുന്ന് സ്റ്റാൻഡിന് ഈസ്റ്റ് കോട്ടയിൽ തുടങ്ങുന്ന ഒരു വണ്ടിയും ഇല്ല. അവർക്ക് വന്നു പോകുന്ന വണ്ടികളേ ഉള്ളൂ. പക്ഷെ ഇവരെല്ലാരും ചെയ്യുന്ന ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഇവിടുന്ന് കേസ് ഇവിടെ ഈസ്റ്റ് കോട്ടയിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയില് ഈ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും യാത്രക്കാർ അപകടകരമായ രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന വാദങ്ങൾ ഉയരുന്നു. അപ്പോ യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, ഈ ഒരു ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു തടസ്സമായിട്ട് തോന്നുന്നുണ്ടോ? ചേട്ടാ, ഈ ഒരു ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തടസ്സമായിട്ട് യാത്രക്കാർക്ക് ക്രോസ് ചെയ്ത് വരാനും ഇറങ്ങിപ്പോയി ബസ് കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ക്രോസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം. അപകടങ്ങൾ കൂടാനുള്ള സാധ്യത തിരിച്ചിട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒന്നിലും ഇവിടെ നിന്ന് ഒന്ന് ഈ അറ്റത്തൊന്ന് ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ പഴവങ്ങാടിയിൽ അവിടെ നിന്ന് ക്രോസ് ചെയ്യേണ്ട അവസ്ഥയാണ്. ബസ് അതുകൊണ്ട് നിയന്ത്രിച്ച് ബസ് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. മറ്റേ ബസ്സൊക്കെ റോഡിലായിരുന്നു പാർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കയറും. മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഉള്ളിൽ കൂടെ പോകും. ക്രോസ് ചെയ്യാൻ മറ്റേ അവിടെ ഇവിടെ എല്ലാം ലൈൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ക്രോസ് ചെയ്താൽ ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? അതായത് ക്രോസ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എത്ര ആൾക്ക് വയസ്സായ സ്ത്രീകൾക്ക് വരെ ക്രോസ് ചെയ്ത് പോകുന്നത് ആ ഭാഗത്ത് കൂടെ വളഞ്ഞു തിരിഞ്ഞു പോകണം. ഭയങ്കര ഇത് മാറി മാറ്റി തന്നെ എന്റെ ഒരു അഭിപ്രായം. ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. 90% അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമ്മള് ശ്രദ്ധ ഫുൾ ബസിന്റെ നെയിം ബോർഡിൽ നോക്കിയിട്ടായിരിക്കും ക്രോസ് ചെയ്യാൻ. പെട്ടെന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. ഇത് മാറ്റുന്ന എന്റെ അഭിപ്രായം അതാണ്. ഇല്ല, നല്ലതല്ലേ. ഒരു ഗതാഗത പരിഷ്കാരം വരുമ്പോ നമ്മളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ. ഇവിടെ ഒരുപാട് അപകട മരണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിയന്ത്രണം വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. മാത്രമല്ല ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളുടെ ഈ റോഡിലുള്ള പാർക്കിംഗ് അതങ്ങ് നിർത്തി കിട്ടിയാലും മതി. അവർക്ക് അവിടെ സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ ഇട്ടിരുന്നാലും ഇത് ക്ലിയർ ആവുന്നേ ഉള്ളൂ. നല്ലൊരു ഗതാഗത പരിഷ്കാരം വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം വേണ്ടത്. ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഇപ്പോ ഫുൾ ബാരിക്കേഡ് ഉപയോഗിച്ചിരിക്കാം. അതൊരു വലിയ ജംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ തോന്നിയ സ്ഥലത്തൂടെ ക്രോസ് ചെയ്യാതെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാന്നുള്ളത് നമ്മളെ പോലുള്ള കാൽനട യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപകടം നമ്മുടെ ജീവനല്ലേ, അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമല്ലേ. അപ്പൊ ബാരിക്കേഡ് വെച്ചത് നല്ലത് തന്നെയെന്നാണ് പറയുന്നത്. ഒരു ക്രോസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ചുറ്റി വരേണ്ടി വരും. ക്രോസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ചുറ്റി വരേണ്ടി വരും. ഭയങ്കര പാടാണ്. നല്ല കാര്യമാണ്. കാരണം ആട്ടോക്കാരൻ പ്രൈവറ്റ് വണ്ടി വലിയ ശല്യമാണ്. നമുക്ക് വയസ്സായവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്. അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ആവശ്യമായിരുന്നു, തീർച്ചയായും ആവശ്യമായിരുന്നു. ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇതിനെതിരെ സമരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അറിയില്ല, പക്ഷെ എന്നിരുന്നാലും ഈ ബാരിക്കേഡ് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ്. ചേട്ടാ, ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചത് തീർച്ചയായിട്ടും നല്ലതാണ്. അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് KSRTC ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാരണം ആൾക്കാർക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരാനും മറ്റ് അവിടെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ആളുകളുടെ തിരക്ക് കൂടി അപകടം ഏതാണ്ട് 6ഓളം മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ രാവിലെ 7 മുതൽ തുടങ്ങുന്ന ബ്ലോക്ക് 10-11 മണിയായാലും തീരാത്താണ്. ഇപ്പൊ ഇവിടെ ബ്ലോക്കും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം. യാത്രക്കാരെ സംബന്ധിച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും, അതായത് ചുറ്റി വരേണ്ടി വരും ക്രോസ് ചെയ്തിട്ട്. യാത്രക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. യാത്രക്കാർ ഭയങ്കര സേഫാണ്. കാരണം അവർക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ഇവിടെ വരുള്ളൂ. അന്ന് ഇവിടെ വന്ന് കയറി ഫുട്പാത്തിനകത്ത് നിന്ന് ബസ് വരുമ്പോൾ സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് കയറാനും പറ്റുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ബുദ്ധിമുട്ട് 1-2 പേർക്ക് ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നല്ലതാണ്. പിന്നല്ലോ കാര്യം ഇപ്പം തന്നെ പ്രൈവറ്റ് സ്ഥലം നിർത്തിയിട്ട് വലിയ അപകടം ഉണ്ടാവുകയാണ്. ഇപ്പൊ അതില്ലല്ലോ. നിങ്ങൾ നോക്കിയാൽ രാവിലെ നമ്മളുടെ ഇത്രയും പേർ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു അപകടം സംഭവിക്കില്ല. വലിയ ജംഗ്ഷൻ അല്ലേ, അപ്പൊ നമ്മൾ തോന്നിയ സ്ഥലത്തൂടെ ക്രോസ് ചെയ്യാതെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാന്നുള്ളത് നമ്മളെ പോലുള്ള കാൽനട യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപകടം നമ്മുടെ ജീവനല്ലേ. ഇവിടെ പ്രൈവറ്റ് ബസ് അകത്ത് കയറ്റി പിടിക്കാൻ പെർമിഷൻ കൊടുക്കുമ്പോഴത്തേ നോക്കില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അവിടെ പ്രൈവറ്റ് ബസ് മാത്രം എന്തിനാ മാറ്റി നിർത്തുന്നത്? അതിലെ KSRTC മാത്രം അനുകൂലിച്ചേ പറയത്തുള്ളൂ. അപ്പോഴേ പ്രൈവറ്റ് ബസ്സുകാരൻ ജീവനക്കാർക്ക് ജീവിക്കട്ടെ. കരമടച്ചെടുത്തിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടെ KSRTC ഡിപ്പോ തങ്ങളെ പ്രയത്നക്കാരനാണ്
സ്റ്റാൻഡ് നിങ്ങൾക്ക് അവിടെ കാര്യം എടുത്തിട്ട് പോകാൻ ഇവിടെ ഇട്ടിരിക്കും അവരെടുത്തിട്ട് പോകില്ല അങ്ങനെ ഒരുപാട് സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ബാധിക്കില്ലേ അത് പെർമിറ്റ് ഇല്ല അവിടെ നിർത്താനായിട്ടുള്ള അവരുടെ നിയമപരമല്ല അത് നിയമപരമായ ഏതെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പ്രൈവറ്റ് ബസ്സുകാരെ ബാധിക്കാനായിട്ട് പ്രൈവറ്റ് ബസ്സുകാർക്ക് അങ്ങറ്റത്തൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അങ്ങറ്റത്തെ സ്റ്റാൻഡ് അനുവദിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇതുപോലെ ഒരു വിഷയം വന്ന സമയത്ത് അങ്ങറ്റത്തെ അനുവദിച്ചിട്ടുണ്ട് അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ കേസ് പ്രൈവറ്റിന് ഇവിടുന്ന് സ്റ്റാൻഡിന് ഈസ്റ്റ് കോട്ടയിൽ തുടങ്ങുന്ന ഒരു വണ്ടിയും ഇല്ല അവർക്ക് വന്നു പോകുന്ന വണ്ടികളേ ഉള്ളൂ പക്ഷെ ഇവരെല്ലാരും ചെയ്യുന്ന ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഇവിടുന്ന് കേസ് ഇവിടെ ഈസ്റ്റ് കോട്ടയിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതെന്തിനായാണെന്ന് അവർ ചോദിക്കാത്തത് അവർക്ക് ഇവിടെ ആകെ 1 മിനിറ്റ് സമയമാണ് കൊടുത്തിട്ടുള്ളത് അത് വന്ന് ആളെ കയറ്റുക തിരിച്ചു പോവുക അവരിവിടെ 1/4 മണിക്കൂറോളം കിടന്നിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നത് അത് തന്നെയാണ് വിഷയം അതിന് അവര് വന്ന് അവർക്ക് പോകാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആരും ഓടണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ 20-30 മിനിറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടി എടുത്തോണ്ട് മൊത്തം ബ്ലോക്ക് ഉണ്ടാകും ഒരാള് കയറി അവരെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ എത്ര സമയം ഒരു വണ്ടി കിടക്കുന്നു നോക്ക് നമ്മൾ ഒന്ന് ആള് കയറ്റി തന്നെയാണ് പോകുന്നത് അവർ 2 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് എടുത്തോട്ടെ അതാണ് ചെയ്യുന്നത് അവരിവിടെ ഇട്ടിരിക്കുന്നേ ബാക്കിയുള്ള വണ്ടികൾക്ക് മൊത്തം ഗതാഗതം യാത്രക്കാർ കയറാൻ പറ്റില്ല ഇവിടെ നിന്ന് തിരുവല്ലം പോകുന്ന വണ്ടി അവര് പോകത്തില്ല ഇവിടെ ആള് കിടക്കുകയാണെങ്കിൽ നേരെ അപ്പുറത്ത് നിന്ന് കറക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ട് അടുത്ത മെഡിക്കൽ കോളേജ് ബസ് ബോർഡ് വെച്ച് പിടിക്കുന്നുണ്ട് അത് ഉദ്യോഗസ്ഥന്മാർ ആദ്യം കണ്ടുപിടിക്കട്ടെ ഇതിനെടുത്തോണ്ട് പോകില്ല KSRTC കരമടയ്ക്കുന്ന KSRTC ഭൂമിയാണ് ഈ ബാരിക്കേഡ് വരെ ഉള്ളത് അല്ല ഇത് KSRTC ഭൂമി KSRTCയുടേതാണ് നമ്മൾ കരമടച്ച KSRTC സ്വന്തമാണ് അല്ലാതെ വേറൊന്നുമല്ല അവർക്ക് പൊതുവായി കോർപ്പറേഷന്റെ അത് അവിടെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഇവിടെ കയറണമെന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മറ്റു ഡിപ്പോകളിൽ അവർ കയറണമെന്ന് ആവശ്യപ്പെടും ഇന്ന് ഈ സ്റ്റാൻഡിൽ കയറുമ്പോൾ നാളെ തമ്മാനൂർ കയറണമെന്ന് പറയും വികാസമല്ല പേരുക്കള തുടങ്ങിയ എല്ലാ സ്ഥലത്തും കയറണമെന്ന് ആവശ്യം അവരിൽ നിന്ന് വരും അപ്പൊ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക് സർക്കാരാണ് സ്ഥലം അനുവദിച്ചു കൊടുക്കേണ്ടത് ഇത് KSRTCയുടെ സ്വന്തം ഭൂമിയാണ് പിന്നെ ബാരിക്കേഡ് വേണോ അല്ലേ ഇവിടെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചിരിക്കില്ലേ അത് നല്ലതാണെന്ന് തോന്നുന്നു മക്കളെ എനിക്ക് നീ അറിഞ്ഞൂടെ പൊന്നോക്കളെ ക്രോസ് ചെയ്ത് വരുമ്പോ ബുദ്ധിമുട്ടല്ലേ തോന്നുന്നു തന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ ഇപ്പോഴത്തെ ഈ പുതിയ ബാരിക്കേഡ് പരിഷ്കാരം എങ്ങനെ യാത്രക്കാരൻ സാധാരണഗതിയിൽ ഈ സമയത്ത് നോക്കിയാൽ അറിയാം ഒരു ബൈക്കിന് പോലും കടന്നു പോകണമെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന സമയമാണ് ഈ പീക്ക് ടൈം ഇപ്പൊ നോക്കൂ ഇത് സ്മൂത്ത് ആയിട്ടാണ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മുമ്പേ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രൈവറ്റ് ബസ്സിനെ ഇവിടെ നിർത്താനുള്ള ഒരു അനുമതിയില്ല അവരിപ്പോ പേരക്കടയിൽ നിന്ന് തുടങ്ങുന്ന ബസ് ഇവിടെ ആളെ ഇറക്കി തിരിച്ച് അമ്പലത്തറയോ അവിടെ പോകേണ്ട ബസ്സുകൾ ഇവിടെ മണിക്കൂറുകളോളം കൊണ്ടിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു 2 നാൾ മുന്നേ ഇപ്പൊ നോക്കുക എന്ത് സ്മൂത്ത് ആയിട്ടാണ് ഇവിടെ വളരെയധികം ജീവൻ പൊരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കിഴക്കേക്കോട്ട ഈ സംവിധാനം നടപ്പിലാക്കി എന്ത് നല്ല സ്മൂത്ത് ആയിട്ടാണ് ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്ഥിരമായി ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം അത് വളരെ വളരെ നല്ല ഒരു തീരുമാനമാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമാണ് ഇവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചത് ഇവിടെ 3-4 ജീവനുകള് ഈ സമീപകാലത്തായിട്ട് ഇവിടുത്തെ ട്രാഫിക് കുരുക്കിൽ അധികം വലുതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് നടത്തിയ ഒരു പരിഷ്കാരമാണ് ഇപ്പൊ വളരെ ഒരു കുഴപ്പമില്ലാതെ ബസ്സുകൾ പോകുന്നുണ്ട് വളരെ നല്ല പരിഷ്കാരം തന്നെയാണ് അപ്പോ എന്തായാലും ഈ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പരാതിയൊന്നുമില്ല അവര് എല്ലാവരും ഇരു കൈ നീട്ടി ആ ഒരു പരിഷ്കാരത്തെ സ്വീകരിച്ചിരിക്കുകയാണ് യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചും അത് വലിയ നല്ല കാര്യം എന്ന് തന്നെയാണ് യാത്രക്കാരും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ്സുകാരെ ഈ ഒരു ബാരിക്കേഡ് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് അവർ എടുത്തു കാണിക്കുന്നത് യാത്രക്കാരുടെ ഒരു സുരക്ഷ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പക്ഷേ യാത്രക്കാരൊക്കെ ഇരു കൈ നീട്ടി ആ ഒരു പരിഷ്കാരത്തെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിയാം